വോഡഫോണിന്റെ ഒരു നമ്പറിന് ഒമാനിൽ ലഭിച്ചത് 9 കോടി രൂപ. രാജ്യത്ത് ഇതുവരെ ഒരു മൊബൈൽ നമ്പറിന് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും ഉയർന്ന തുകയാണിത്. ഒമാനിലെ വോഡഫോൺ നമ്പറിനാണ് 9 കോടിയിലധികം രൂപ നേടിയത്. ഒമാനിൽ നടന്ന ലേലത്തിലാണ് 77777777 എന്ന നമ്പറിന് 4,29,500 ഒമാൻ റിയാൽ അഥവാ 9 കോടി ഇന്ത്യൻ രൂപ ലഭിച്ചത്. രാജ്യത്ത് ഇതുവരെ ഒരു മൊബൈൽ നമ്പറിന് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും ഉയർന്ന വിലയാണിത്. 77777777 എന്ന നമ്പർ ആദ്യമായിട്ടാണ് ലേലത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി പറഞ്ഞു. 171 ഡയമണ്ട് നമ്പറുകളും 29 സ്വർണ്ണ നമ്പറുകളും ഉൾപ്പെടെ ആകെ 200 പ്രീമിയം നമ്പറുകളാണ് ലേലത്തിൽ വോഡഫോണിന്റെ ഉൾപ്പെടുത്തിയിരുന്നത്. ലേലത്തിൽ നിന്ന് ലഭിച്ച വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്യുമെന്ന് വോഡഫോൺ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. നെഗറ്റീവ് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പോയി എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ അധികവും. പക്ഷേ ഈ നെഗറ്റീവ് ചിന്തകൾ വരാതെ നോക്കേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമല്ലേ? അപ്പോ അതിനായി എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ, അരക്ഷിതാവസ്ഥ എന്നിവയൊക്കെ കാരണമാണ് ആളുകളിൽ നെഗറ്റീവ് ചിന്ത ഉണ്ടാകുന്നത്. ഫലപ്രദമായ ആശയവിനിമയത്തിനും വൈകാരികമായ അടുപ്പത്തിനും ഈ ചിന്തകൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും വിശ്വാസത്തെയും ബന്ധത്തെയും ദുർബലപ്പെടുത്തുകയും ചെയ്യും. ചില ശീലങ്ങളും രീതികളും കൊണ്ട് മാനസികവും വൈകാരികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും. പോസിറ്റീവായ മാനസികാവസ്ഥയിലൂടെ പോസിറ്റീവ് ചിന്തകൾ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളുമുണ്ട്. എപ്പോഴും നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെക്കുറിച്ചും നന്ദിയുള്ളവരായിരിക്കാൻ ശീലിക്കുക. അത്തരം കൃതജ്ഞതാ ചിന്തകൾ നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകും. സ്വന്തം ജീവിതത്തിലെ നല്ല വശങ്ങൾ അംഗീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ കാഴ്ചപ്പാട് പുനഃക്രമീകരിക്കാനും കൂടുതൽ ശുഭാപ്തി വിശ്വാസമുള്ളവരായി തീരാനും സഹായിക്കും. കൂടാതെ നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അതിനെ നമുക്ക് വെല്ലുവിളിക്കാൻ കഴിയും. അങ്ങനെ ഒരു ചിന്ത വന്നതുകൊണ്ട് എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് സ്വയം ചോദിക്കുക. ആ ചിന്തകൾ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ഈ ചോദ്യം ചെയ്യൽ ഒരു വ്യായാമമായി എടുക്കണം. ഇതും നെഗറ്റീവ് ചിന്തകളുടെ സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ പോസിറ്റീവായ ആളുകളുമായി സഹകരിക്കുക. നമ്മെ പിന്തുണയ്ക്കുന്ന പോസിറ്റീവായ ആളുകളുടെ കൂടെ കൂട്ടുക. അവരുമായി സമയം ചെലവഴിക്കുക. അത്തരത്തിലൊരു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് നെഗറ്റീവ് ചിന്തകളെ തടയുകയും ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൂടാതെ ധ്യാനം പരിശീലിക്കുന്നതും പോസിറ്റീവ് ചിന്തകൾ കടന്നുകൂടാനുള്ള നല്ലൊരു മാർഗമാണ്. കൂടാതെ വ്യായാമം ചെയ്യാൻ ശീലിക്കുക. വേഗത്തിൽ നടക്കുക, യോഗ ശീലിക്കുക, നൃത്തം പരിശീലനം ചെയ്യുക തുടങ്ങിയ പതിവ് വ്യായാമങ്ങളിൽ പങ്കെടുക്കുന്നത് ശാരീരികവും മാനസികവുമായ നിരവധി ഗുണങ്ങളും നൽകുന്നു. ദൈനംദിന ജീവിതത്തിൽ വ്യായാമം ഉൾപ്പെടുത്തുന്നത് നെഗറ്റീവ് ചിന്തകളോടുള്ള പ്രതിരോധം മെച്ചപ്പെടുത്താൻ ഉപകരിക്കും. പോസിറ്റീവ് മനോഭാവം മെച്ചപ്പെടുന്നത് നിങ്ങളുടെ ആത്മാഭിമാനവും വർദ്ധിപ്പിക്കും. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ച് പാദ സംരക്ഷണം ഏറെ പ്രധാനപ്പെട്ടതാണ്. കാലുകളിൽ വരുന്ന പരിക്കുകൾ കാല് മുറിച്ചു മാറ്റുന്നതുവരെയുള്ള ഗുരുതര ഘട്ടങ്ങളിലേക്ക് കടന്നേക്കാം. കാലുകളുടെ ഫലപ്രദമായ പരിചരണത്തിന് എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം. പ്രമേഹം നാഡികൾക്ക് കേടുപാടുകൾ വരുത്തുകയും രക്തചംക്രമണം കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇത് കാലുകളിൽ പരിക്കുകൾ, അണുബാധകൾ എന്നിവയ്ക്ക് കാരണമാവുകയും കാല് മുറിച്ചുമാറ്റൽ ഉൾപ്പെടെയുള്ള ഗുരുതര ഘട്ടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. അതേസമയം കാലുകളുടെ ഫലപ്രദമായ പരിചരണത്തിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ദിവസേനയുള്ള പരിശോധന. പ്രമേഹമുള്ളവരിൽ ഏറ്റവും എളുപ്പവും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ശീലം ദിവസവും കാലുകൾ പരിശോധിക്കുക എന്നതാണ്. മുറിവുകൾ, കുമിളകൾ, ചുവപ്പ് നിറം, വീക്കം, വരണ്ട ചർമ്മം അല്ലെങ്കിൽ അണുബാധയുടെ അടയാളങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിന് കാലിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കണം. നിങ്ങളുടെ പാദങ്ങൾ കാണാൻ ഒരു കണ്ണാടിയുടെയോ കുടുംബാംഗത്തിന്റെയോ സഹായം തേടുക. കാലുകൾ ദിവസവും പരിശോധിക്കുകയും പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നതിന് മുൻപ് ഡോക്ടറെ സമീപിക്കേണ്ടതുമാണ്. എപ്പോഴും കാലുകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. ശുദ്ധജലവും സോപ്പും ഉപയോഗിച്ച് ദിവസവും കാലുകൾ വൃത്തിയാക്കുക. കൂടാതെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. വരണ്ട ചർമ്മം കാലുകൾ പൊട്ടുന്നതിനും അണുബാധകൾക്കും കാരണമാകും. മോയ്സ്ചറൈസർ കാലുകളുടെ ചർമ്മത്തെ മൃദുവായി സൂക്ഷിക്കുന്നു. കൂടാതെ മികച്ച പാദരക്ഷകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. പ്രമേഹ രോഗികൾ ശരിയായ അളവിലുള്ള പാദുകങ്ങൾ തിരഞ്ഞെടുക്കുകയും വിരലുകൾക്ക് ആവശ്യത്തിനുള്ള സ്ഥലമുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. നഖസംരക്ഷണവും ഇതിൽ പ്രധാനപ്പെട്ടതാണ്. നഖം എപ്പോഴും നേരെ മുറിക്കുക, വളച്ചു വെട്ടരുത്. നഖപരിചരണം ബുദ്ധിമുട്ടുള്ളവർ പോഡിയട്രി എക്സ്പേർട്സിന്റെ സഹായം തേടുക. കൂടാതെ വീടിനകത്ത് പോലും നഗ്നപാദത്തിലുള്ള നടത്തം മുറിവുകൾ അല്ലെങ്കിൽ മറ്റ് പരിക്കുകൾ എന്നിവയ്ക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് വീടിനകത്തായാൽ പോലും വെൽക്രോ സാൻഡൽസോ ഷൂസോ ധരിക്കണം. തടിപ്പുകളും വ്രണങ്ങളും വിള്ളലുകളും സൂക്ഷിക്കണം. രക്തയോട്ടം മെച്ചപ്പെടുത്താൻ വ്യായാമവും നല്ലതാണ്. കൂടാതെ പ്രമേഹം നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളപ്പോഴെല്ലാം തേടണം. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. ഇതിനെ പൊല്യൂഷൻ ഇല്ലല്ലോ, ഞങ്ങൾ എടുത്തോളാം. അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? സാറ് ഇതിനെ അടിക്ക്, വണ്ടിക്ക് അടിക്ക്. നമുക്ക് എല്ലാവർക്കും 10,000 20,000 രൂപ വെറ്റിയെന്ന് നടക്കുക. പൊല്യൂഷൻ എടുത്ത് കാണിച്ചാലേ നിങ്ങൾക്ക് ഫൈൻ ഒഴിവാകും. നമുക്കുള്ള കാര്യമല്ല പറയാൻ. ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ വണ്ടി അല്ല, അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ? ഇപ്പൊ പൊല്യൂഷൻ ഇല്ലാതെ ഓടുന്നത്. ഞാൻ വേറൊന്നുമല്ല പറയുന്നത്. സാർ അവിടെ തൊട്ട് ഇവിടെ വരെ അടിച്ചോണ്ട് വരുന്നത്, എല്ലാവർക്കും അടിക്കുന്നുണ്ട്. അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ? അപ്പൊ ഇതിന് വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത? അപ്പൊ നിങ്ങളെ സർക്കാരിന്റെ വണ്ടിക്ക് നിങ്ങൾ അടിക്കും. നിങ്ങൾ 1-2 5,000 രൂപ മെനങ്ങാൻ അടിച്ചത്. 5,000 രൂപ അല്ല ഒരു വണ്ടിക്കകത്ത് പൊല്യൂഷൻ ഇല്ല. മെനങ്ങാൻ എനിക്കില്ലാതെ 5,000 രൂപ അല്ല. സാറ് നിക്ക്. അല്ല ഒരു നിയമപരമായിട്ടത് അല്ലല്ല, അങ്ങനല്ല. അങ്ങനെ പോകാൻ പറ്റും സാറ്. അല്ല അവിടെ നിക്ക്. സാറ് അടിച്ചിട്ട് പോയാൽ മതി. നിക്ക് സാറവിടെ നിക്ക്. ഒന്ന് നിക്ക്, അവിടെ നിക്ക്. അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ടൊന്ന് ഒതുക്കിയിട്ട് സാറ് ഒന്ന് പറഞ്ഞിട്ട് പോയാൽ അതിനൊരു ഇത് നിങ്ങളെ ഇതിൻ്റെതല്ലേ, സർക്കാരിൻ്റെ അല്ലേ? എല്ലാവർക്കും നിയമം ബാധകമാണോ സാറേ? ഞാൻ പറയുന്നേക്ക് ഇപ്പൊ നിങ്ങളുടെ വണ്ടിക്കകത്ത് ഇപ്പൊ ഒരു പൊല്യൂഷൻ 2,000 രൂപ പെറ്റി അടിക്കും. അത് നിങ്ങൾക്കുള്ള ഇതാണോ? പൊല്യൂഷൻ 25 തീർന്നിട്ടുണ്ട്. ജനുവരി, ഇത് ഫെബ്രുവരിയാ. മനസ്സിലായ? 1-2 അല്ല നിങ്ങൾ അടിക്കുന്നത്. രാവിലെ ഇവിടെ വന്നിറന്ന് 1000 2000 3000 ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത്. രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് സാറേ. ഒന്ന് അടിച്ചു നോക്കി സാറ്. എന്നാ തീർന്നിട്ടുള്ള 2,000 രൂപ അടിക്കും അങ്ങോട്ട്. അല്ല മെനങ്ങാന്ന് എനിക്ക് 5,000 10,000 ഒരു വണ്ടിക്കകത്ത് കിടക്കുന്ന പറ്റിയെന്ന് പറഞ്ഞാൽ 7,000. ചുമ്മാ ഫോട്ടോ എടുത്തങ്ങ് ഇടുക. അല്ല അവരെ വണ്ടി ക്ലിയർ ആവണ്ടേ? ഒരു മൊത്തം അവിടെ തൊട്ട് ഇവിടം വരെ അടിക്കും. മെനങ്ങാൻ 5,000 രൂപ അടിച്ചു തന്നു. പൊല്യൂഷൻ അല്ലാത്ത 2,000. ഇവരെ വണ്ടിക്കകത്ത് എന്തോ കൊമ്പുണ്ടോ? എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നത്. ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കി സാറേ. ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കി. വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ വണ്ടിക്കകത്ത് 2,000 രൂപ അടിക്കും. ഇത്രയും മണിയല്ല അടിച്ചു തരുന്നത്. മെനങ്ങാന്ന് 5,000 രൂപ അടിച്ചു തന്നത്. ഇവിടെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി, രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി വരുന്നത്. അടിച്ചാ ഞങ്ങളിപ്പോ എടുത്തിട്ട് കാണിച്ചാൽ മതി. എടുക്കുമ്പോൾ തനിയാകെ മാറിക്കോളും. ഇയാൾ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. അല്ല എല്ലാവർക്കും ചെറിയ രീതിയിലൊക്കെ അടിച്ചു കൊടുക്കണം. ജീവിക്കാൻ വേണ്ടി എല്ലാവരും കടകൾ വരുന്ന ഞങ്ങൾ ഇതിൽ ഫോട്ടോ എടുത്ത് നിങ്ങളെ വണ്ടി അടിക്കുമ്പോ തന്നെ പൈസയൊക്കെ വരും. അതല്ല, നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇന്ന എമൗണ്ട് വരെ അടിക്കാൻ പറ്റോളന്നുണ്ട്. അല്ല നമുക്ക് മിനിമം എമൗണ്ട് 2,000 തൊട്ട് 1,000 രൂപ അടിക്കാന്നുണ്ട്. എന്നാ ആയിക്കോട്ടെ. സാറിന് വണ്ടിക്ക് അടിച്ചായിരുന്നപ്പോ അടിച്ചില്ലേ? അപ്പൊ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയേ ഉള്ളു. നിങ്ങൾ അവിടെ തൊട്ട് ഇവിടം വരെ മൊത്തവും വണ്ടിയുടെ ഫോട്ടോ ആണോ സാറേ? എല്ലാരും ജീവിക്കാൻ വേണ്ടിയല്ലേ സർക്കാർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടാ. ഓരോരുത്തര് ഓരോ കടകളിലും എല്ലാരും ഈ രാവിലെ വരുന്നത് ഒരു 8:30 മണി തൊട്ട് 9:15 വരെ ടൈം എന്ന് പറയുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി വരുന്നവരാ. രാവിലെ 8:30 മണി. ഇവിടെ അപ്പുറത്ത് ക്യാമറ ഉണ്ട്. ഇവിടെ മൊത്തം നിങ്ങൾ അങ്ങോട്ട് മാറുമ്പോ അടുത്ത പോലീസുകാർ. ഇവിടെ കടകളിൽ കച്ചവടം ആൾക്കാർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ട് ഓടുക. എന്നൊരു പ്രശ്നം ഞാൻ പറയുന്നത് സാറൊന്ന് പറയുന്നത്. വേറൊരു കാര്യമില്ല സാറേ. രാവിലെ 8:30 മണി തൊട്ടേ 9:15 വരെ എല്ലാം ജീവിക്കാൻ വേണ്ടി വരുന്നത്.